പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വലിയൊരു മാറ്റത്തിന് വഴി തുറന്നിരിക്കുന്നു. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ പുതിയൊരു ഡിജിറ്റൽ പാലം പണിയുകയാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സുരക്ഷ എന്നീ മേഖലകളിൽ കൈകോർക്കാൻ രണ്ട് ഏഷ്യൻ വൻ ശക്തികൾ തീരുമാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ ദക്ഷിണ കൊറിയയെ കൂട്ടുപിടിക്കുന്നത്? ഈ പുതിയ സഹകരണം ചൈനയെ പോലുള്ള ശത്രു രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമുക്ക് നോക്കാം. 2026 ഏപ്രിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ഈ ഡിജിറ്റൽ സഹകരണത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ടത്. കേവലം ആയുധങ്ങൾ വാങ്ങുക എന്നതിലപ്പുറം സാങ്കേതിക വിദ്യ കൈമാറുന്നതിനാണ് കരാർ ഊന്നൽ നൽകുന്നത്. ശത്രു രാജ്യങ്ങളുടെ ഹാക്കിംഗ് ശ്രമങ്ങളെ നേരിടാനുള്ള സംയുക്ത സംവിധാനം കൂടിയാണിത്. യുദ്ധക്കളത്തിൽ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കാൻ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിക്കാനുള്ള പദ്ധതിയും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിലൂടെ പ്രതിരോധ ഉപകരണങ്ങൾക്ക് ആവശ്യമായ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ കൊറിയ സാങ്കേതിക സഹായം നൽകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൈബർ സുരക്ഷ ഒരു പ്രധാന വെല്ലുവിളിയാണ്. നമ്മുടെ പവർ ഗ്രിഡുകൾക്കും ബാങ്കിംഗ് സംവിധാനങ്ങൾക്കും നേരെ ഇടയ്ക്കിടെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. ദക്ഷിണ കൊറിയ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഹബ്ബുകളിൽ ഒന്നാണ്. ദക്ഷിണ കൊറിയയുടെ പക്കലുള്ള അത്യാധുനിക സൈബർ വാർഫെയർ സാങ്കേതിക വിദ്യ ഇന്ത്യയുമായി പങ്കുവയ്ക്കുന്നതിലൂടെ ശത്രുക്കളുടെ സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി തടയാൻ നമുക്ക് സാധിക്കും. വടക്കൻ അതിർത്തികളിൽ ചൈനയുടെ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങളെ മറികടക്കാൻ കൊറിയൻ സാങ്കേതിക വിദ്യ ഇന്ത്യയെ സഹായിക്കും. ആധുനിക മിസൈലുകൾ മുതൽ ഡ്രോണുകൾ വരെ പ്രവർത്തിക്കാൻ സെമി കണ്ടക്ടർ ചിപ്പുകൾ അത്യാവശ്യമാണ്. ദക്ഷിണ കൊറിയൻ കമ്പനികളായ സാംസങ്, SK ഹൈനിക്സ് എന്നിവ ചിപ്പ് നിർമ്മാണത്തിൽ ലോക നേതാക്കളാണ്. ഈ കരാർ വഴി ഇന്ത്യയിൽ സെമി കണ്ടക്ടർ നിർമ്മാണശാലകൾ തുടങ്ങാൻ കൊറിയൻ സഹായം ലഭിക്കും. വിദേശ രാജ്യങ്ങളെ ചിപ്പുകൾക്കായി ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം ഇതിലൂടെ ഒഴിവാക്കാം. ദക്ഷിണ കൊറിയ ഇന്ത്യയുമായി അടുക്കുന്നതിന് പിന്നിൽ ഒരു ചൈനീസ് ഫാക്ടർ ഉണ്ട്. ചൈനയുടെ വളർച്ചയിൽ ആശങ്കയുള്ള ജനാധിപത്യ രാജ്യങ്ങൾ പരസ്പരം സഹകരിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇന്ത്യയെ ഒരു സുരക്ഷിതമായ വിതരണ ശൃംഖലയായി ദക്ഷിണ കൊറിയ കാണുന്നു. ദക്ഷിണ കൊറിയയുടെ പക്കലുള്ള സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ പക്കലുള്ള സോഫ്റ്റ്വെയർ നൈപുണ്യവും ഒത്തുചേരുമ്പോൾ അതൊരു പുതിയ ശക്തിയായി മാറും. ചുരുക്കത്തിൽ തോക്കുകളുടെ കാലം കഴിഞ്ഞു എന്നല്ല, മറിച്ച് തോക്കുകളെ നിയന്ത്രിക്കുന്നത് ചിപ്പുകളാണെന്ന തിരിച്ചറിവിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും കൈകോർത്തിരിക്കുന്നത്. ഈ ഡിജിറ്റൽ പ്രതിരോധ സഹകരണം വരും ദശകങ്ങളിൽ ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ ശക്തിയായി മാറ്റുന്നത് നിർണായക പങ്കുവഹിക്കും.